ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോഴത്തെ വിഷയം ഗ്രൂപ്പിസമാണ്. അങ്ങനെ ഷാനവാസ് ബാത്റൂം ഏരിയയിൽ ഇരുന്നു കൊണ്ട് ശൈത്യയുടെ അടുത്തായിട്ട് പറയുന്നു, സത്യമായിട്ടും അന്നത്തെ പുകഞ്ഞ പുള്ളി പുറത്തു നിന്ന ടാസ്കിൽ അക്ബറും അപ്പാനിയും അവരുടെ ഒരു ഗ്രൂപ്പ് നിന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ അവരെ എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് കണ്ടിട്ടും ഞാൻ നോക്കി നിന്നു എന്നാണ്. സത്യമായിട്ട് ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാണത്. അവര് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതാണ്. എനിക്ക് നിന്നോട് എങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കി തരാന്നൊന്നും അറിയില്ല. എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അപ്പൊ ശൈത്യ പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ, ഓരോരുത്തരുടെ സ്വഭാവം ആരാ തെറ്റ് ആരാ ശരിയെന്നൊക്കെ. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, അവര് തെറ്റിദ്ധരിപ്പിക്കട്ടെ, അവരവരുടെ ഗെയിം കളിക്കട്ടെ, പക്ഷെ അവര് ഉന്നയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശക്തമായിട്ട് തന്നെ നേരിടാം. നമുക്കിനി ഇതിന്റെ പേരിൽ ഗ്രൂപ്പും വേണ്ട ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ ടാർഗറ്റ് ചെയ്ത് ആരെയും ഉപദ്രവിക്കാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. ആ ഒരു പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഗെയിം കളിച്ചോ, പരാജയപ്പെട്ട പോവാം എന്നൊക്കെ അവിടെ ഷാനവാസ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അക്ബർ, അപ്പാനി, ജിസയിൽ, ആര്യൻ, സരിക അങ്ങനെ പിന്നെ കുറച്ച് വേറെയും ആളുകളുണ്ടല്ലോ. അവരുടെ ഒരു ഗ്രൂപ്പിസമാണ് ലാലേട്ടൻ ആദ്യം തന്നെ പൊളിച്ചടക്കേണ്ടത്. അവരുടെ ഗ്രൂപ്പിസത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അവർ ചൂണ്ടിക്കാണിക്കുമെങ്കിലും അത് വലിയ പ്രശ്നമാക്കാതെ അവർ വെറുതെ വിടും. എന്നാൽ അവരുടെ ഗ്രൂപ്പിസത്തിൽ ഇല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അവർ വളച്ചൊടിച്ച് അത് വലിയ പ്രശ്നം തന്നെയാണ് ആക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലത്തെ അനുമോളുടെയും ജിസേലിന്റെയും കേസ്. അനുമോൾ ജിസേലിന്റെ പുറകെ തന്നെ നടക്കുന്നതിന് ഇവർ പറഞ്ഞത് ജിസേലിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ടാണ് അനുമോൾ നടക്കുന്നത് എന്നാണ്. എന്നാൽ ഒരു പക്ഷെ അത് അങ്ങനെ ആവാം. എന്നാൽ ജിസേൽ നിയമം തെറ്റിച്ച് മേക്കപ്പ് ഇട്ടത് ഇവർ വലിയ വിഷയമാക്കാതെ ആ കാര്യം അങ്ങോട്ട് വിട്ടു. എന്തായാലും അനുമോളാണേലും ജിസേലാണേലും വേറെ ആരാണേലും തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിച്ച് പണി കൊടുക്കാനായിട്ട് നമ്മുടെ ലാലേട്ടൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ ഓട്സ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.